റിസ്ക് ഉള്ളത് ഏതായിരുന്നു? റിസ്ക് ഉള്ളത് അതല്ല ഇപ്പൊ പറഞ്ഞില്ലേ ആക്സിഡന്റ് കഴിഞ്ഞ് വന്നിട്ട് ആക്സിഡന്റ് കഴിഞ്ഞ് വന്നിട്ട് റിസ്ക് ഉള്ള ഒരു റേസാണ് ഓടിച്ചത്. എൻഡ്യൂറോ ആയിരുന്നത്. എൻഡ്യൂറോ എന്ന് പറഞ്ഞാല് ഫുള്ള് കല്ലും കട്ടയും മലകള്, പിന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കുഴികള്, പിന്നെ വലിയ മറ്റേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വെച്ചിട്ട് അതിൽ കൂടി ചാടി അപ്പുറത്തെത്തല്. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമ്മൾ വീണ് കഴിഞ്ഞാൽ തെറിച്ച് എന്തെങ്കിലും ഒരു ഇത് കിട്ടും. സർജറി കഴിഞ്ഞ് പോയിട്ട് ഇത്രയും വലിയൊരു പിന്നെ സ്റ്റണ്ടിങ്ങില് റേസിംഗിൽ ഞാൻ പോയത്. അതെ അതെ അത് ഇത്തിരി പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ കടന്ന പറഞ്ഞില്ലേ കൈയായി എങ്ങനെയെങ്കിലും പോയെന്ന് പിന്നീട് തോന്നിയോ? തോന്നിയായിരുന്നു. വീഴാത്ത എന്തോ ഭാഗ്യം. വീണോ? ഇല്ലില്ല വീണില്ല. പക്ഷെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അവസാനം വരെ എങ്ങനെയെങ്കിലും അത് കുറച്ച് അവസാനത്തെ ഒരു 3 ലാപ്പ് എത്തി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവശതയായി. വയറൊക്കെ ഭയങ്കര വേദന എടുത്തു തുടങ്ങി. എന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ അത് വിന്നറായി. വീട്ടുകാര് വഴക്ക് പറഞ്ഞോ? വീട്ടുകാര് പിന്നെ എന്തായാലും പറയുമല്ലോ. ഏതായാലും മോൻ ഇതിന്റെ അകത്തുനിന്ന് വിട്ടൊരു വഴി ഇല്ലാന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. ആദ്യമൊക്കെ അവരെപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ ഇത് ഡേഞ്ചറാണ്, എല്ലാവരും ഭയങ്കര ഓടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഇതാണ്, എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടല്ലോ. ചിലർക്ക് ഫുട്ബോൾ കളിക്കാനായിരിക്കും, ചിലർക്ക് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും. എനിക്ക് എൻ്റെ പാഷൻ എനിക്കിതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷനും ഇതാണ്. ഇപ്പൊ ഹെൽത്ത് എല്ലാം ഓക്കെയാണ്.